ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ചില തെറ്റുകൾ, ചില അബദ്ധങ്ങൾ നന്മയാക്കി മാറ്റുന്ന ഒരു ദൈവം. ദൈവത്തിൻ്റെ ഇടപെടലുകൾ നമുക്ക് ഇന്നും ഡെയിലി നമ്മൾ അനുഭവപ്പെടാറുണ്ട്. നമ്മൾ കണ്ടും കേട്ടും കേൾക്കാതെയും കാണാതെയും പല ദൈവിക ഇടപെടലുകൾ നമ്മൾ അനുഭവിച്ചറിഞ്ഞവരാണ്. വളരെ കൗതുകകരവും വളരെ അത്ഭുതകരവുമായിട്ട് എനിക്ക് തോന്നിയ ഒരു ദൈവിക ഇടപെടലാണ് ഞാൻ നിങ്ങളുമായിട്ട് ഇന്ന് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. ഒരു തെറ്റ്, ഒരാൾക്ക് പറ്റുന്ന ഒരു മിസ്റ്റേക്ക്, ഒരാൾക്ക് പറ്റുന്ന ഒരു വീഴ്ച മറ്റൊരാൾക്ക് നന്മയായിട്ട് മാറ്റുന്നു. ദൈവത്തിൻ്റെ ഒരു വലിയ കൃപ. റോമർക്ക് എഴുതിയ ലേഖനം 11-ാമത്തെ അധ്യായം 15-ാമത്തെ തിരുവചനം. അവരുടെ ഭ്രംശം ലോകനിരപ്പിന് ഹേതുവായി. അതിൻ്റെ പശ്ചാത്തലം ഇതാണ്. യഹൂദജനം, അതായത് ദൈവിക ജനം, കർത്താവായിട്ട് അംഗീകരിച്ചില്ല. അവർ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായതോ അവൻ അംഗീകരിച്ചില്ല എന്ന് യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്നു. കർത്താവിനെ അംഗീകരിക്കാൻ ദൈവിക ജനം തയ്യാറായില്ല. പകരം ആ ഒരു തെറ്റിന് പകരം കർത്താവ് വലിയൊരു അനുഗ്രഹമാക്കി മാറ്റുന്ന ഒരു ട്രാൻസിഷൻ അവിടെ ഉണ്ടായി. സുവിശേഷം ലോകം മുഴുവൻ സ്പ്രെഡായി. ലോകം മുഴുവൻ സ്പ്രെഡായതോടെ ലോകം മുഴുവനും കർത്താവായിട്ട് അംഗീകരിച്ചു. അതോടുകൂടി ദൈവിക ജനം എന്ന് പറയുന്ന യഹൂദ ജനത്തിൻ്റെ അവകാശത്തെ ദൈവം എല്ലാവർക്കും കൊടുത്ത്, ഞാനും നിങ്ങളും അടങ്ങുന്ന ഇന്ന് ഈ വിജാതിയർ പറഞ്ഞൊരു കൂട്ടത്തെ ദൈവ മക്കൾ എന്ന് പറഞ്ഞൊരു അവകാശം തന്ന് അനുഗ്രഹിച്ചു. യഹൂദജനം അവരുടെ ഹൃദയം കഠിനമാക്കി. അവർക്ക് പറ്റിയൊരു അബദ്ധം, അവർക്ക് പറ്റിയൊരു തെറ്റാണ് ദൈവം വലിയൊരു അനുഗ്രഹമാക്കി മാറ്റിയത്. വിശുദ്ധ വേദപുസ്തകത്തിലെ ഒരുപാട് എക്സാമ്പിൾസ് ഇതിന് പലതും പറയുന്നു. പഴയ നിയമത്തിലെ ജോസഫ്, നമുക്കെല്ലാവർക്കും അറിയാം ജോസഫിനെ സഹോദരങ്ങളെല്ലാവരും കൂടി പൊട്ടക്കിണറ്റിലേക്ക് എറിയുന്നു. അന്ന് അവനെ പൊട്ടക്കിണറ്റിലേക്ക് എറിഞ്ഞില്ലായിരുന്നുവെങ്കിൽ ഈജിപ്തിൽ ഒരു ഭരണാധികാരി ഇല്ലായിരുന്നു. അവിടെ ഭരണാധികാരി ക്ഷാമകാലത്ത് ആ കുടുംബത്തിന് തന്നെ ഹെൽപ്പായിട്ട് നിൽക്കില്ലായിരുന്നു. അവരുടെ സഹോദരന്മാർ ചെയ്ത ഒരു അബദ്ധം, അവർക്ക് പറ്റിയൊരു മിസ്റ്റേക്കിനെ ദൈവം അനുഗ്രഹമാക്കി മാറ്റുന്നു. ഒരാൾക്ക് പറ്റുന്നൊരു തെറ്റ്, അവർക്ക് പറ്റുന്നൊരു വീഴ്ചയെ ദൈവം മഹത്വത്തിനായിട്ട് മാറ്റുന്ന ഒരു ദൈവിക കൃപ. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ നിർണയപ്രകാരം വിളിക്കപ്പെടുന്നവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. ആമേൻ.